ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള കണക്ടിവിറ്റി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അണ്ടർ സീ കേബിൾസ് ഇടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ IAX എന്ന് പറഞ്ഞിട്ടുള്ള 2 കേബിളുകളാണ് ഇടുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് IAX, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 അണ്ടർ സീ കേബിൾ സിസ്റ്റംസ്, ഒന്ന് ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് എന്നാണ് വിളിക്കുന്നത് IAX, മറ്റൊന്നാണ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് IEX. ഇത് രണ്ടും ഇന്ത്യയുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഏഷ്യ യൂറോപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം. IAX എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ആണ്. ഇത് ചെന്നൈ, മുംബൈ, സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് ആണ് IEX എന്ന് പറയുന്നത്. ഇത് ചെന്നൈയും മുംബൈയെയും ഫ്രാൻസ്, ഗ്രീസ്, സൗദി അറേബ്യ, ഈജിപ്ത്, ജിബൂട്ടി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കേബിളുകൾ ഏകദേശം 15,000-ഓളം കിലോമീറ്റർ നീളത്തിലുള്ളതാണ്. അണ്ടർ വാട്ടർ ആണ്, കടലിന്റെ അടിയിലൂടെ പോകുന്നതാണ്. ഇത് റിലയൻസ് ജിയോ ആണ് ഓൺ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളത് ചൈന മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള IAX എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ ഡാറ്റ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി, രാജ്യത്തിന്റെ ഡാറ്റ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഗ്ലോബൽ ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ മെച്ചപ്പെടുത്താനും മാരിടൈം സെക്യൂരിറ്റിക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. കൂടാതെ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് ഈ ഒരു സൈബർ അറ്റാക്കുകളിൽ നിന്നോ ഫിസിക്കൽ ഡാമേജിൽ നിന്നോ ഒക്കെ ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് അണ്ടർ വാട്ടറിലേക്ക് കൊണ്ടുപോകുന്ന വഴി അത്തരത്തിലുള്ള പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ ഈ ഒരു മാരിടൈം കേബിൾ നെറ്റ്വർക്കിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബേ ഓഫ് ബംഗാൾ, സൗത്ത് ചൈന സീ മേഖലയിൽ അതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് കൂടി ഓർത്ത് വെക്കാം. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കേബിൾ സിസ്റ്റം എന്ന് വെച്ചാൽ അത്ര ഫ്രീ ഫ്രം ഡിസ്റപ്ഷൻസ് അല്ല. 3 കേബിളുകൾ, യൂറോപ്പ്, വെസ്റ്റ് ഏഷ്യയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 3 കേബിളുകൾ മാർച്ച് മാസത്തിൽ ഡിസ്റപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ഇത്തരത്തിലുള്ള കേബിളുകളുടെ ഡിസ്റപ്ഷൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്റപ്ഷൻസ് ഉണ്ടായാലും ഇന്ത്യൻ സർവീസുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് കൂടുതൽ നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ നെറ്റ്വർക്ക് സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി ഇന്ത്യക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബംഗ്ലാദേശ് അവരുടെ ബാൻഡ് വിഡ്ത്ത് സെയിൽസ് നോർത്ത് ഈസ്റ്റിലേക്ക് നൽകുന്നത് കുറച്ചിട്ടുണ്ട്. ഇതിന് മിനിമൽ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബിക്കോസ് ഇന്ത്യ ഓൾറെഡി അൾട്ടർനേറ്റീവ് റൂട്ടുകൾ ഈ ഒരു റീജിയന് വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നുകൂടി ഓർത്തു. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ വേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1,500 രൂപയ്ക്ക്.